മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മുൻപ് സമൂഹ മാധ്യമ പോസ്റ്റിട്ട് റോബർട്ട് വദ്ര. മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് 28 മിനിറ്റ് മുൻപ് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിട്ടതാണ് വിവാദമായത്. ഇതിൽ വിമർശിച്ച് BJPയും രംഗത്തെത്തി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകുമ്പോൾ പ്രധാനപ്പെട്ടവരെല്ലാവരും തന്നെ രാജ്യത്തെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എല്ലാവരും തന്നെ അനുശോചനം അറിയിച്ചിരുന്നു. ഇനി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. അതിനു മുൻപ് പൊതുദർശനം ഉണ്ടാകും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. ബാക്കി കാര്യങ്ങളൊക്കെ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? രോഹിണി, മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനകത്താണ് ഈ നിർണായകമായ തീരുമാനം കൈക്കൊള്ളേണ്ടത്. രാജ്ഘട്ടിന് സമീപത്തുള്ള രാഷ്ട്രപതിമാർക്കും മുൻ രാഷ്ട്രപതിമാർക്കും മുൻ പ്രധാനമന്ത്രിമാർക്കും ഒക്കെ സമാധി സ്ഥൽ ഒരുക്കുന്നത് രാജ്ഘട്ടിനോടുള്ള പരിസര പ്രദേശത്താണ്. അതിൽ ഏത് സ്ഥലത്താണ് മൻമോഹൻ സിംഗിനായി സംസ്കാരം നടത്തേണ്ടത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമാധി ഒരുക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിലാണ് കൈക്കൊള്ളുക. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഈ മന്ത്രിസഭാ യോഗം തുടരുകയാണ്. അല്പസമയം മുൻപ് അദ്ദേഹം ദേശീയ മാധ്യമത്തിലൂടെ DDയിലൂടെ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ രാജ്യം ഏതൊക്കെ രീതിയിലാണ് കുതിപ്പുണ്ടായത്, അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗിൻ്റെ ജീവിതയാത്ര 92 വർഷം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര ഏതൊക്കെ രീതിയിൽ വരുന്ന തലമുറയ്ക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്കും പ്രചോദനമാകും എന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായ ഈ മന്ത്രിസഭാ യോഗം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിനകത്ത് എവിടെ വെച്ചാണ് മുൻ പ്രധാനമന്ത്രിക്ക് ഈ സംസ്കാരത്തിനായുള്ള സ്ഥലം ഒരുക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ശേഷിപ്പുകൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അത് കഴിഞ്ഞ് കോൺഗ്രസ് ദേശീയ നേതൃത്വമാകും നാളെ നടക്കുന്ന ചടങ്ങുകളുടെ പൂർണ്ണമായ വിവരങ്ങൾ നമ്മളെ അറിയിക്കുക. നാളെയാണ് സംസ്കാരം നടക്കുക എന്ന് മാത്രമേ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ അറിയിച്ചിട്ടുള്ളൂ. ഈ മന്ത്രിസഭാ യോഗത്തിന് വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത്. അതിനുശേഷം എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഡൽഹിയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുൻപാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ നിന്നും മടങ്ങിയത്. ഞാൻ നിൽക്കുന്നത് മൻമോഹൻ സിംഗിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തന്നെയാണ്. പ്രമുഖ വ്യക്തികൾ രാവിലെ മുതൽ തന്നെ ഈ കൊടിയ മഴയെയും തണുപ്പിനെയും അവഗണിച്ച് ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ, കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, ഇപ്പോഴത്തെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കളെല്ലാം ഇതിനകം ഈ ജൻപത്തിലെ വസതിയിൽ വന്ന് ഈ ഭൗതികദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇവിടേക്ക് എത്തിയത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. അല്പസമയം മുൻപാണ് ദ്രൗപദി മുർമുവും ഇവിടെ നിന്നും മടങ്ങിയത്. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാത്തു നിൽക്കുന്നത്. അതിൽ സ്ഥലം സംബന്ധിച്ചൊരു അന്തിമമായ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ എവിടെയാണ് മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം ഒരുക്കുക എന്നത് മാധ്യമങ്ങളെ അറിയിക്കും. രോഹിണി, അതെ, നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. പക്ഷേ അതിൻ്റെ പൂർണ്ണ വിവരം മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ഗൗതം, അതോടൊപ്പം ഒരു കാര്യം കൂടി, മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മുൻപ്, അതായത് 28 മിനിറ്റ് മുൻപ് തന്നെ റോബർട്ട് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വിവാദമായിരിക്കുകയാണ്. ഔദ്യോഗിക മരണ വിവരം രാജ്യത്തെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാടിനോട് വലിയ രീതിയിലുള്ള വിമർശനം രാജ്യമെമ്പാടും ഉയരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം BJPയും അറിയിച്ചിട്ടുണ്ട്. രോഹിണി, ഇന്നലെ രാത്രി 9:51 മൻമോഹൻ സിംഗിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പിന്നീട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിൻ്റെ വിശദീകരണ കുറിപ്പും വന്നിരുന്നു. അതിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു മൻമോഹൻ സിംഗിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ വളരെ രൂക്ഷമായി വേട്ടയാടിയത്. 9:51 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ വളരെ ശ്രദ്ധേയമായത് അല്ലെങ്കിൽ വിവാദമായ
രസകരമായ വസ്തുത എന്നത് മൻമോഹൻ സിംഗ് മരിക്കുന്നത് 9:51 ഇന്നലെ രാത്രിയിലാണെങ്കിൽ ഇന്നലെ രാത്രി 9:23 കോൺഗ്രസ് നേതാവും വ്യവസായിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക വാദ്രയുടെ ഭർത്താവുമായ റോബർട്ട് വാദ്ര അദ്ദേഹം 9:23 തന്നെ മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്നത് സംബന്ധിച്ച് ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകി. പിന്നീട് BJP ആണിതിപ്പോൾ ഒരു വിവാദ വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മരണപ്പെടുന്നതിന് മുൻപ് തന്നെ റോബർട്ട് വാദ്ര ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടത് മരണം ആഘോഷിക്കാനാണെന്നും നെഹ്റു കുടുംബം എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരത്തിൽ അനാവശ്യമായി ഷോ ഓഫ് നടത്തുന്നവരാണ് എന്ന വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്. എന്തായാലും അതിനോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. BJP ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം മുൻ പ്രധാനമന്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അനാവശ്യമായ തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയത്. റോബർട്ട് വാദ്ര എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എയിംസിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗിക വിശദീകരണം എത്താതെ, മാത്രമല്ല മരിക്കാത്ത ഒരാൾ 9:51 മാത്രം മരണപ്പെട്ട ഒരാളെ പറ്റി 9:23 സമയത്ത്, അതായത് 28 മിനിറ്റുകൾക്ക് മുൻപ് എന്തിന് മരിച്ചു എന്നെ സംബന്ധിച്ചുള്ള വിവരം നൽകി എന്നതാണ് വളരെ പ്രസക്തമായ ചോദ്യം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. BJPയുടെ ദേശീയ IT സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവിയ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ റോബർട്ട് വാദ്രയും നെഹ്റു കുടുംബവും ഈ കാര്യത്തിൽ ഒരു വ്യക്തത നൽകണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.